നമ്മുടെ സദ്യയിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റാത്ത കുറച്ച് കറികളുണ്ടല്ലേ, അതിലൊന്നാണ് ഓലൻ. അപ്പോൾ ഇന്ന് കാണിക്കുന്നത് ഓലൻ്റെ റെസിപ്പിയാണ്. ഓലൻ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമായിരിക്കും, എന്നാലും ഓരോ നാട്ടിലും ഓരോ രീതിയിലായിരിക്കും ഉണ്ടാക്കുന്നത്. ഞാൻ ഉണ്ടാക്കുന്നത് കോട്ടയം സ്റ്റൈലിലുള്ള ഓലനാണ്. ഇവിടെ ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങ ഇതുപോലെ നൈസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അധികം കനമില്ലാതെ അരിഞ്ഞെടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒപ്പം കുറച്ച് ഇഞ്ചിയും കൂടെ നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്താൽ മതി. അതുപോലെ 3-4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളകിൻ്റെ എരിവാണ് നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നത്. ഈ അരിഞ്ഞ് വെച്ചതെല്ലാം കൂടെ നമുക്കൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് വേവിക്കാൻ വെക്കാം. കുമ്പളങ്ങയ്ക്കകത്ത് നല്ലപോലെ വെള്ളം ഉള്ളത് കൊണ്ടുണ്ടല്ലോ, വെള്ളം അധികം ചേർക്കണ്ട. ഒരു 1/4 ഗ്ലാസ് മുതൽ 1/2 ഗ്ലാസ് വരെ വെള്ളം ചേർത്താൽ മതി. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഒന്ന് ഇളക്കിയിട്ട് മൂടി വെച്ചങ്ങ് വേവിക്കാവേ. ഇതിൻ്റെ കൂടെ ഞാൻ ചേർക്കുന്നത് വൻപയറാണ്. അപ്പോൾ വൻപയർ ഞാൻ ഓൾറെഡി വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഓലൻ വെക്കുമ്പോൾ അതിൻ്റെ കളറ് നന്നായിട്ട് വെളുത്തിരിക്കണം, എങ്കിലേ അതിനൊരു കാണാനും ഒരു ഭംഗിയുള്ളൂ. ഇതിനകത്തിടുന്ന വൻപയറുണ്ടല്ലോ, ചുമന്ന വൻപയറാണെങ്കിൽ ഓലൻ്റെ കളറ് മാറും. അപ്പം പയർ മേടിക്കുമ്പോൾ എപ്പോഴും കുറച്ച് വെള്ള നിറം കൂടിയ പയർ മേടിക്കാനായിട്ട് ശ്രദ്ധിക്കണേ. അപ്പോൾ ഇതിപ്പം വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇത് കണ്ടോ, ഈ പയറിൻ്റെ കളർ കണ്ടോ, അധികം കളറില്ല അതിന്. പയർ ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. ആദ്യം 1 കപ്പ് ചേർത്ത് കൊടുക്കാം, കുറവാണെങ്കിൽ കുറച്ചും കൂടെ പിന്നെ ചേർത്ത് കൊടുക്കാം. അതുപോലെ പയർ വേവിക്കുമ്പം വെന്തുടഞ്ഞു പോകരുത്, പയർ അതുപോലെ തന്നെ കിടക്കണം, ഉടയരുത്. ഇതുപോലെ നമ്മൾ ഇളക്കുമ്പോഴും പയർ ഉടഞ്ഞു പോകും, ഒരുപാട് വെന്തിട്ടുണ്ടല്ലോ. കുമ്പളങ്ങയും വെന്തുടഞ്ഞു പോകാതെ ശ്രദ്ധിക്കണേ, കഷ്ണങ്ങളായിട്ട് തന്നെ കിടക്കണം. പയർ ഞാനൊരു 1/4 കപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്, കുറച്ച് കുറവാണെന്ന് തോന്നുന്നു. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. ഒരു 3/4 കപ്പ് തേങ്ങാപ്പാൽ ഞാൻ ഇതുപോലെ എടുത്തു വെച്ചിട്ടുണ്ട്, നല്ല കുറുകിയ തേങ്ങാപ്പാലാണ്. ഇത് കുറവാണെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. വെള്ളം ഒരുപാടാകരുത്. നമ്മൾ കുമ്പളങ്ങ വേവിക്കാൻ വെച്ചപ്പം ചേർത്ത വെള്ളം പാകത്തിനായിരുന്നു, അപ്പോൾ അതുപോലെ ചേർത്താൽ മതി. അതിലും കുറച്ചും കൂടെ കുറഞ്ഞാലും കുഴപ്പമില്ല. ഇതിനകത്ത് ചേർക്കുന്ന തേങ്ങാപ്പാലുണ്ടല്ലോ, തേങ്ങാ ചിരണ്ടി പാൽ പിഴിഞ്ഞെടുക്കണം നിർബന്ധമില്ല. തേങ്ങാപ്പാൽപ്പൊടി മേടിച്ചിട്ട് അല്പം വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ചേർത്താലും മതി. അതിന് ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല, നല്ല ടേസ്റ്റ് തന്നെയാണ്. ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് അങ്ങനെ. ഇതിനകത്ത് തേങ്ങാപ്പാൽ കുറച്ച് കുറവായിട്ട് തോന്നിയുകൊണ്ട് ഞാൻ ഒരു 1/4 കപ്പ് തേങ്ങാപ്പാലും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പും കുറച്ച് കുറവായിരുന്നു, അതുകൊണ്ട് അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തിളച്ചാൽ മതി, ഒരുപാട് സമയത്ത് തിളപ്പിക്കരുത്, പാല് പിരിഞ്ഞു പോകും. അപ്പം ചെറിയൊരു തിള വന്നാൽ ഓഫ് ചെയ്യാം. ഓലൻ ഉണ്ടാക്കാൻ എത്ര എളുപ്പമല്ലേ, പരിപാടി കഴിഞ്ഞു. ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ അല്പം വെളിച്ചെണ്ണയും കൂടെ ഇതിനകത്തേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ ഓലൻ്റെ പരിപാടി കഴിഞ്ഞു. എത്ര പെട്ടെന്ന് റെഡിയാകും. ഇതിലിപ്പോൾ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നല്ല പച്ച വെളിച്ചെണ്ണയും പച്ച കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് ഇതങ്ങ് വാങ്ങാം. ഇപ്പോൾ നമ്മുടെ വിഷു സ്പെഷ്യൽ ഓലനും റെഡി ആയിട്ടുണ്ട്. നിങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഓലൻ ഇതുപോലെ തന്നെയാണോ എന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഈ പ്രാവശ്യത്തെ വിഷുവിന് ഇതുപോലെ ഓലനൊന്ന് വെച്ച് നോക്കണം. ഇഞ്ചിക്കറിയുടെയും പച്ചടിയുടെയും വീഡിയോ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ അല്ലേ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്